കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് 1, 2, 3 ശരിയാണ്. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായി നിലകൊള്ളുന്ന ഈ മലനിരകളാണ്. ഈ മേഖലയിൽ നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ ധാരാളമുണ്ട്. ഇന്ത്യയെ മ്യാൻമറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് പട്കായി നിരകൾ. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് വനങ്ങളാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മനസ്സിലാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിനകത്ത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതിനകത്തെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം 1, 2. അതായത് സെയ്ത് വിളകൾ വേനലിൻ്റെ അവസാനത്തോടെയാണ് വിളവെടുക്കുന്നത്. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവയാണ് തിനവിളകൾ. അടുത്തത് സാഡ്ലാർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി വേവൽ പ്രഭു ആണ്. വേവൽ പ്രഭു അല്ല, ചെംസ്ഫോർഡ് പ്രഭു ആണ്. ആരാണ്? ചെംസ്ഫോർഡ് പ്രഭു ആണ്. അതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് മദ്രാസ്, ബോംബെ. മദ്രാസ്, ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിനകത്ത് 1, 2, 3 വരും. സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും ആദ്യമായി പ്രമേയം പാസാക്കി. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ ആരാണ്? നവോത്ഥാന നായകനാ ദയാനന്ദ സരസ്വതി. ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത് എന്നീ വിപ്ലവകാരികൾ ഡൽഹിയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞ വർഷം 1929 ഏപ്രിൽ 8-നാണ്. ചുവടെ തന്നിട്ടുള്ളതിൽ സുരേന്ദ്രനാഥ് ബാനർജി ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതാണ് സുരേന്ദ്രനാഥ് ബാനർജി ആണെന്ന് നമുക്ക് നോക്കാം. ബംഗാളിയാണ്. 1940 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏത് കമ്മീഷനാ? നമുക്ക് നോക്കാം. എസ് കെ ധർ കമ്മീഷൻ. എസ് കെ ധർ കമ്മീഷൻ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തവ തിരഞ്ഞെടുക്കുക. ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടാത്തത്? ഇതിനകത്ത് 1, 2 മാത്രമാണ് ഉൾപ്പെടാത്തത്. 1, 2. ഓപ്ഷൻ ഡി 1, 2. നമുക്ക് എന്തൊക്കെയാണെന്ന്. ബംഗാളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര. ജാത്ര. അതുപോലെ ചുവടെ പറയുന്ന വിധവാ പുനർവിവാഹത്തിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അതുമാത്രമാണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. കമ്മീഷൻ്റെ ശുപാർശകൾ സർക്കാരിൻ്റെ മേൽ നിർബന്ധിതമല്ല. ഇത് മനുഷ്യൻ്റെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ഇതിനു സിവിൽ കോടതി അധികാരമുണ്ട്. കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരുടെ പരമാവധി എണ്ണം നിശ്ചയിക്കുന്ന എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഭേദഗതി 91. ഇന്ത്യൻ ഭരണഘടന ആമുഖവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് നോക്കാം. 3 മാത്രം. ഭരണഘടനയുടെ ഒരു ഭാഗം അവ്യക്തതയുള്ള സന്ദർഭങ്ങളിൽ ഭരണഘടനയുടെ മറ്റു വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാകും. അടുത്ത ചുവടെ പറയുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം മേഘാലയയാണ്. അടുത്തത് 35. നമുക്ക് നോക്കാം. 35ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. അതായത് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുക. അതുപോലെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഷഹീദ് അസം എന്ന് പറയുന്നത് ഭഗത് സിംഗ് ആണ്. അതുപോലെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. വിരാശ നിയമം 2005 ഏത് വകുപ്പാണ് പൊതു അധികാര സ്ഥാപനങ്ങളെക്കുറിച്ച് നിർവഹിക്കുക? ഏതാണെന്ന് നോക്കാം. 36 C ആണ്. വകുപ്പ് 2H. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം 1946 ഡിസംബർ 6-നാണ്. ഡിസംബർ 6-ന്.
മാൻഡമിസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ്? എല്ലാം വരും. കോർപ്പറേഷൻ, ട്രൈബ്യൂണൽ, കീഴ്ക്കോടതികൾ, പൊതുസ്ഥാപനങ്ങൾ. അടുത്ത നോക്കാം നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ലോക്സഭാ സ്പീക്കർ മാത്രമാണ്. ബാക്കിയെല്ലാം വരുമ്പോഴും പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ ഏതാണ്? നമുക്ക് ആ വകുപ്പുകളെന്ന് നോക്കാം. 48A വകുപ്പും 51AG വകുപ്പും. തങ്കശ്ശേരി ബീച്ച് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലാണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744. ഏതാണ്? NH 766 കേട്ടോ. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത് NH 766. താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? 43 ഉത്തരം നമുക്ക് നോക്കാം. D ആണ്. എന്താണ്? D. അതായത് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ തീരദേശ ദൈർഘ്യമുള്ള ജില്ല കാസർഗോഡ്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ വിഭാഗങ്ങളിൽ ഏറ്റവും ചെറുത് തീരപ്രദേശം. നെല്ലും തെങ്ങും കേരളത്തിൽ തീരദേശ സമതലങ്ങളിൽ ഏറ്റവും കൂടുതലായി കൃഷി ചെയ്യുന്ന വിളകളാണ്. അതുപോലെ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? നമുക്ക് നോക്കാം. 44ൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഏതാണ്? ആറളമാണ്. ഏതാണ്? ആറളം. അതുപോലെ കേരളത്തിലെ തീരദേശ മേഖലകളുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? തീരമൈത്രിയാണ്. ഏതാണ്? തീരമൈത്രി. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന വസ്തുക്കളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഏതാണ്? തെറ്റായത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ 4 മാത്രം. ചാലക്കുടി പുഴ വാളയാറിൽ വെച്ച് ഭാരതപ്പുഴയുമായി കൂടിച്ചേരുന്നു. ബാക്കിയെല്ലാം ശരിയാണ്. ആനമലയിൽ ഉത്ഭവിക്കുന്നു. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നു. ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് കാട്ടുമല. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? മതികെട്ടാഞ്ചോല. സ്വകാര്യ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവിധ പദ്ധതിയാണ് ഏതാണ്? കൂത്തുങ്കൽ. ചുവടെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണ്? മാനാഞ്ചിറ. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഏത്? നിലമ്പൂർ. ഏതാണ്? നിലമ്പൂർ. അതുപോലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ യഥാർത്ഥ നാമമാണ് പത്മനാഭൻ? ഡോക്ടർ പൽപ്പു. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ സമ്മേളനം. നിവർത്തന പ്രക്ഷോഭം ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ശരിയായിട്ടുള്ള നോക്കാം. നമുക്ക് എല്ലാം ഇതിനകത്ത് 2, 3, 4. NV ജോസഫ്, C കേശവൻ, PK കുഞ്ഞി, TM വർഗീസ്, അബ്ദുറഹ്മാൻ സാഹിബ് എന്നിവർ പ്രക്ഷോഭത്തിൻ്റെ നേതാക്കളാണ്.